കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. 40-45 വയസ്സായി, കൊഞ്ചി പറഞ്ഞ കഥ. അങ്ങോട്ട് മാറി നിൽക്കും മുതുക്കെ. ഇതേ അമ്പലപ്പുറം പല്ല ഇവിടെ കിടന്ന് നാടൻ പാട്ട് പാടാൻ സ്ഥലം പോലീസ് സ്റ്റേഷൻ കേട്ടോ. അപ്പനപ്പൂപ്പന്മാരെ ആരാ നീ ഇത്? സാറേ ഇതെന്റെ ആശാനാ നാടൻപാട്ടിന്. പണ്ട് ഞാൻ നാടൻപാട്ട് കലാകാരിയായിരുന്നല്ലോ. ആണല്ലേ? ഇപ്പോഴല്ലേ സാറേ ജോലിയൊക്കെ കിട്ടിയത്. അത് ശരി. ഇപ്പൊ അമ്പലപ്പുറം പരിപാടിയൊന്നുമില്ല, കലാകാരന്മാര് ടെൻഷൻ അടിച്ച് നടക്കാണല്ലോ അല്ലേ? അതെ സാറേ. ഇവിടുന്ന് കൃത്യമായിട്ട് ശമ്പളമൊക്കെ നിതക്കി കിട്ടുന്നില്ലേ? മാസാമാസം കിട്ടുന്നുണ്ടല്ലോ. ആശാനുമായിട്ട് അമ്പലപ്പുറമ്പിൽ നാടൻ പാട്ടിന് പോകണമെന്ന് ആഗ്രഹമുണ്ടോ? പെൻഷൻ വേണോ പെൻഷൻ വേണോ? പെൻഷൻ മതി സാറേ. ആണല്ലേ? എന്നാ പോയി ഫയൽ നോക്ക്. ഇയാളെന്നാ കാര്യം, എന്നാ കാര്യം? സാറേ ഞാൻ എന്റെ ചേട്ടന്റെ പേരിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യം ഒന്ന് തീരുമാനമാക്കാനായിട്ട് വന്നതാണ്. അപ്പൊ ജോണിച്ചായൻ വിളിച്ചായിരുന്നു. ഏത് ജോണിച്ചായൻ? അല്ല, ഞങ്ങളുടെ അവിടുത്തെ ജനപ്രതിനിധി ജോണിച്ചായൻ. ഇല്ല, വിളിച്ചില്ല. വിളിച്ചില്ല. ജോണിച്ചായൻ വിളിക്കും കേട്ടോ. ആരാ? നോം ഉണ്ണി നമ്പൂതിരി. ഇല്ലത്ത് ഇന്നലെ വന്നിരുന്നു എന്ന് പറഞ്ഞു. നോം ഉണ്ടായിരുന്നില്ല. ഇല്ലത്ത്? നമ്മൾ ഇന്നലെ ഏതില്ലത്ത്? ഓ നിത, ഇല്ല. നമ്മൾ ഇന്നലെ ഇല്ലത്ത് പോയില്ലേ? ഓ മനസ്സിലായി. ഉണ്ണി നമ്പൂതിരി. ഞങ്ങൾ ഇന്നലെ ഇല്ലത്ത് വന്നിരുന്നു. താങ്കൾ അവിടെ ഇല്ലായിരുന്നു. ഞാൻ പുറത്തായിരുന്നു. താങ്കൾ ഇല്ലായിരുന്നു. താങ്കളുടെ സാധന സാമഗ്രികളൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കിട്ടിയിരിക്കണോ? ആണല്ലേ? അപ്പൊ നിതേ അദ്ദേഹത്തിന്റെ സാധന സാമഗ്രികളൊക്കെ ഇങ്ങോട്ട് എടുത്തോളൂ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. കലാകാരിയായതുകൊണ്ട് ഇങ്ങനെയുള്ള ഗുണമൊക്കെ ഉണ്ട്. എന്താണ് ഈ സാധനം എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. നോമൊരു സാമ്പാർ ഉണ്ടാക്കിയതാണേ. സാമ്പാർ ഉണ്ടാക്കിയതോ? മനസ്സിലായില്ല. നോം ഡിങ്ക മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയിലെ മാനേജറാണ്. എന്റെ പ്രോഡക്റ്റ് ആയിട്ട് ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പോവും. എറണാകുളത്ത് പോവും. അപ്പോഴത്തേക്കും ഡിസ്പ്ലേ ചെയ്യുന്നതിന് മുമ്പ് 14 ദിവസം പിടിച്ച് ക്വാറന്റൈനിലിടും. അത് കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്ത് വരും. അവിടെയും ഡിസ്പ്ലേ ചെയ്യുന്നതിന് മുമ്പ് 14 ദിവസം പിടിച്ച് ക്വാറന്റൈനിൽ കിടക്കും. 28 ദിവസം പോയി കിട്ടും. മാസത്തിൽ 30 ദിവസമല്ലേ ഉള്ളൂ. ചില ദിവസം അതുമില്ല. 2 ദിവസം പോലും ഇല്ല. അപ്പൊ ഈ കിട്ടുന്ന 2 ദിവസത്തിൽ ഞാൻ ഇല്ലത്ത് വരും. ഇല്ലത്ത് ഭയങ്കര കഷ്ടപ്പാടാണ്, ദാരിദ്ര്യമാണ്. അപ്പൊ അങ്ങനെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ഇങ്ങനെ ഒരു സാമ്പാർ ഉണ്ടാക്കിയതാ. എന്താണ് ഈ സാമ്പാറിന്റെ ചേരുവകളൊക്കെ എന്തൊക്കെയാണ്? പച്ചക്കറിയിൽ ഇപ്പൊ മൊത്തം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിഷാംശമാണല്ലോ. അറിഞ്ഞില്ല. ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ട്യൂബ് വഴി ഒരു ലായനി വരുന്ന സാധനം. വിഷാംശം ഒക്കെ കളഞ്ഞിട്ട് കണ്ടോ? അയ്യോ സാറേ, ഇതിനകത്ത് 2-3 ബാറ്ററി കിടക്കുന്നത്. ഈ സാമ്പാർ വെന്തോന്ന് നോക്കാൻ വേണ്ടിട്ട് കറണ്ട് ഉണ്ടായിരുന്നില്ലേ? ഞാൻ ടോർച്ച് അടിച്ച് നോക്കിയപ്പോ അതിൽ നിന്ന് 2 ബാറ്ററി ഒരു അതിലേക്ക് വീണു. അങ്ങനത്തെ പോയിച്ചാണല്ലേ? ഒരു മിനിറ്റ്, ഒരു കോള് വരുന്നുണ്ട്. നിർമ്മലമായ സംഭവമാണ്. ഹലോ, പെങ്ങളൂട്ടിയാ? പെങ്ങളൂട്ടിയിലാണോ? അല്ലല്ല, എന്റെ പെങ്ങളൂട്ടി ഇല്ലത്തുനിന്ന് വിളിക്കുക. ഹലോ, കൃഷ്ണസ്യ തുടങ്ങി 4-ാം അധ്യായം കഴിയുമ്പോഴത്തേക്കും ദേവസ്യ ആവുമ്പോഴത്തേക്കും ഈ ഏട്ടൻ അങ്ങോട്ട് താട്ടോ. അതുകൂടാതെ നമ്മുടെ മാളവിക മുത്തശ്ശിക്ക് ആഹാരമൊക്കെ കൊടുത്ത് അത്താഴപ്പട്ടിരിക്കാരുണ്ടോന്ന് ചോദിച്ചിട്ട് കഥ അങ്ങടക്കിയ ദേവസ്യ ആവുമ്പോഴത്തേക്ക് ഈ ഏട്ടൻ അങ്ങോട്ട് തൊട്ടോ. അതെ, മാളവിക മുത്തശ്ശി വീട്ടിലുണ്ട്. ഇളയ തലമുറക്കാരിയാ. വീട്ടില് സപ്താഹം ഉണ്ടല്ലേ? അതെ, സപ്താഹം ഉണ്ട് അവിടെ. ഒരു കാര്യം ചെയ്യ്, അന്നദാനോടെ കഴിഞ്ഞിട്ട് പോയാ മതി. അല്ല സാറേ, ഇങ്ങോട്ട് കേറണം. അയ്യോ, ദേവസ്യ കൃഷ്ണസ്യ. നമസ്കാരം, ഞാൻ രാമചന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. അയ്യോ, ഇത് വാർത്താ ചാനലല്ല, പോലീസ് സ്റ്റേഷനാണ്. കാര്യം എന്താന്ന് വെച്ചാ പറ. അല്ല, ഞാൻ പരിചയപ്പെടുത്തിയതാ സാറേ. അതെ അതെ, എന്റെ കാര്യം പ്രശ്നം പറയൂ. അല്ല, പരാതിയായിട്ടെന്നെ വിളിപ്പിച്ചായിരുന്നു. ഞാൻ തന്ന പരാതി. പരാതിയായിട്ട് വിളിപ്പിച്ചായിരുന്നേ. ഇത് പരാതി എന്നാന്ന് വെച്ചാൽ എന്താ പരാതി പറ. സാറേ, ഞാൻ ഒരു പാവപ്പെട്ടനാ സാറേ. അയ്യോ, ഞാൻ പണക്കാരനാടാ. അദ്ദേഹം മുഴുവൻ സ്വർണ്ണമൊക്കെ ഇട്ടേക്കാം. ഞാൻ പണക്കാരനാ. നീ കാര്യം പറ. അല്ല സാർ, ഇങ്ങനെയൊക്കെ തുടങ്ങി എങ്ങനെ സാറേ? നീ കാര്യം പറടാ. അല്ല സാറേ, ഞാൻ പറയുന്നത് അണ്ണാക്കിലോട്ട് കയറാടാ. വലിവിന്റെ ഇതെടുത്തില്ലേ സാറേ? വേണ്ട വേണ്ട,
പറ കാര്യം പറ. അല്ല സാറേ, സാറ് ഈ ശബരിമലയ്ക്ക് മാലയൊക്കെ ഇട്ട് താടിയൊക്കെ വളർത്തിയ പോലീസുകാർ ഇങ്ങനെയൊക്കെ ആരാടാ പറഞ്ഞ ശബരിമലയ്ക്ക് മാലയിട്ടിരിക്കുകയെന്ന്? സാധാരണ എല്ലാ പോലീസുകാരും മാല ഇട്ട് കഴിഞ്ഞാൽ താടി വളർത്തിയ അങ്ങനെ പറയാം. ശബരിമലയ്ക്ക് പോകുന്ന പറയും. ഇത് ബ്ലേഡിന്റെ അലർജിയാ, മലയ്ക്ക് പോകുന്നതല്ല കേട്ടോ. പിന്നെ ബാക്കിയുള്ള പോലീസുകാർക്ക് അതൊരു പ്രചോദനമാകും. ആയിക്കോട്ടെ ആയിക്കോട്ടെ, നീ കാര്യം പറ. അല്ല സാറേ, പിന്നെ എനിക്ക് ആരുമില്ലാത്തവനാ സാറേ ഞാൻ. എടാ ഇത് അനാഥാലയം അല്ലടാ, പോലീസ് സ്റ്റേഷനാടാ ഇവിടെ പിടിച്ച് കിടത്താനായിട്ട്. നീ കാര്യം പറ. അല്ല ഞാൻ പിന്നെ എടാ കാര്യം പറയടാ. പേടിയാ സാറേ, പേടിയാ. ഇങ്ങോട്ട് മാറിക്കടാ. നീ എന്തിനാ ഈ പോലീസുകാരെ പേടിക്കുന്നത്? എടാ പണ്ടാണ് നിങ്ങൾ പോലീസുകാർക്കൊക്കെ ഞങ്ങളെയൊക്കെ പേടി. ഇപ്പൊ ഞങ്ങൾക്ക് നിങ്ങളെ പേടിയാണ്. ഒരു കാര്യമില്ല, എന്തെങ്കിലും നല്ല കാര്യം നടന്നാലും നിങ്ങളൊക്കെ മൊബൈലിൽ എടുത്തിട്ട് യൂട്യൂബ് വഴി എല്ലാം ചെയ്തിട്ട് ലൈവ് ഇട്ട് ഞങ്ങൾക്ക് ഇവിടെ സമാധാനമായിട്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പൊ ഞങ്ങൾക്ക് നിങ്ങളെ പേടിയാ. നീ എന്നാന്ന് വെച്ചാൽ കാര്യം പറ. പേടിയാ സാർ, പോലീസുകാർ പേടിയാ. നിനക്ക് പേടിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? പേടിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ നിനക്ക്? എന്റെ പെങ്ങളെ മോൻ ജബ്രുക്കുട്ട 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ പൊന്നുമോന. അവനെ പേടിയില്ലേ? ഇല്ല സാർ. എന്താ ജബ്രുക്കുട്ടനാന്ന് കരുതി നീ എന്നോട് സംസാരിച്ചോ? എന്നാ കാര്യം പറ, കാര്യം പറ, പറയടാ പറ. ജബ്രുക്കുട്ട കള്ള. വിളിക്കുന്നോ? ഈ കാര്യം പറയടാ. സാറേ ഞാൻ ചെറിയൊരു പ്രശ്നത്തിൽ അവന്റെ അടി ഉണ്ടായെന്നുള്ള സത്യമാ. സാറേ എന്റെ തലതല്ലി പിടിച്ചു സാർ. എങ്ങനെയാന്ന് ചോദിച്ചു സാർ? എടാ കാര്യം പറയടാ, വ്യക്തമായിട്ട് പെട്ടെന്ന് പറ. സാറേ ഞാൻ ദേഷ്യം വന്നപ്പോ അവന്റെ കൊരവെള്ളിക്ക് പിടിച്ച് കൂമ്പിന്റെ ഇടിയും കൊടുത്ത് തല പിടിച്ച് ആട്ടുകല്ലെ അടിച്ചു സാറേ. ചെവിന്ന് മൂക്കി രക്തം വന്നപ്പോഴത്തേനും എനിക്കൊരു പോലീസ് കേസ് പേടിയാ. അയ്യോ, പേടിയാണെങ്കിൽ ഇവൻ ഇത്രയും ചെയ്തപ്പോ ധൈര്യം ഉണ്ടായിരുന്ന ഇവൻ എന്റെ ആശാനെ എന്തെല്ലാം ചെയ്തേനെ. എന്റെ പൊന്നു ചേച്ചി, രക്തം കാണുന്ന എനിക്ക് പേടിയാ. ചേച്ചിയോ? അല്ല മേഡം, നിനക്കെന്നാ ജോലി എന്നാ? അറബിശാലയിലാ. രക്തം കാണാൻ പേടി. അവിടെ ഞാൻ പറഞ്ഞിട്ട് പോയാ മതി. അവിടെ വെള്ളം പോലും കൊടുത്തേക്കല്ലോ കേട്ടോ. ആരാ മനസ്സിലായില്ല? മനസ്സിലായില്ല. ഞാൻ ജോണി, ഒരു ജനപ്രതിനിധിയാണ്. എന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വലതു നിന്നും ഇടതു നിന്നും രാഷ്ട്രീയക്കാർ വിളിക്കുന്നുണ്ട്. വ്യക്തിപരമായിട്ടുള്ള എന്റെ രാഷ്ട്രീയം, എന്റെ മുത്തച്ഛൻ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ആളാണ്. എന്റെ മുദ്രാവാക്യം ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത. ഹലോ, വൈകിട്ട് കാണാം. വൈകിട്ട് അങ്ങോട്ട് വരാം. ശരി ശരി, ഓക്കെ ഓക്കെ. ഇത് ഏത് സിനിമയിലെ പാട്ടായത്? നല്ല പരിചയമുള്ള പാട്ട്. ഇത് ഏത് സിനിമയിലേത്? നീ ആരാന്നാ പറഞ്ഞേ? ജനപ്രതിനിധി. ജനപ്രതിനിധിയായ നിനക്ക് ഈ പാട്ട് ഏതാന്ന് അറിയത്തില്ലടാ. ജനപ്രതി നിനക്ക് ഈ പാട്ട് അറിയത്തില്ലല്ലോ. തല മെസ്സേജ് ജോണിച്ചായനെ തല്ലി. നോട്ട് ചെയ്തിട്ടോ? നോട്ട് ചെയ്തിട്ട് വലിച്ചേറി കള. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഞാൻ എന്നെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. എന്നെ കുറിച്ച് സാറിന് അറിയാഞ്ഞിട്ടാ. നിന്നെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. അപ്പൂപ്പൻ ഏത് ഉപ്പ് സത്യാഗ്രഹത്തിലാണ് പങ്കെടുത്തത്? അല്ല, സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അല്ല, സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ഉപ്പ് സത്യാഗ്രഹത്തിൽ പോകുന്ന വഴിക്ക് പുള്ളിക്ക് ഈ പ്രഷർ ഉണ്ടായിരുന്നു. ആ പോകുന്ന വഴിക്ക് പകുതി വെച്ചാൽ അറിഞ്ഞ ഈ ഉപ്പ് സത്യാഗ്രഹം. അപ്പൊ ഉപ്പിന്റെ ഇതുകൊണ്ട് പുള്ളി അങ്ങോട്ട് പോയില്ല. അങ്ങനെ ഉണ്ടായി. പിന്നെ സാറേ, അപ്പൊ സാറേ ഇത് എങ്ങനെയാ തീരുമാനം? എങ്ങനെ സാറേ? എങ്ങനെ തീരുമാനം? നമ്മുടെ പയ്യന്റെ കാര്യം എങ്ങനെയാ തീരുമാനം? പയ്യന്റെ കാര്യം തീരുമാനിച്ചിട്ട് നീ ഇവിടുന്ന് പോയാൽ മതി. ഇവിടുന്ന് പോകണ്ട കേട്ടോ. അല്ല, നീ കാര്യം തീരുമാനിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി. കാര്യം തീരുമാനിക്കാൻ വന്നാണോ? അല്ല, ജോണിക്ക് 3:30 മീറ്റിംഗ് ഉണ്ട്. 5 മിനിറ്റ് സമയം തരും. അതിന് മുമ്പ് നിങ്ങൾ കാര്യം എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് മാറി തീരുമാനിക്കല്ലേ? തീരുമാനിച്ചു. 5 മിനിറ്റേ ഉള്ളൂ, കൂടുതൽ എടുക്കരുത്. അതിന് മുമ്പ് കാര്യം തീരുമാനിച്ചോണം കേട്ടോ. ആള് ചൂടന. നേരത്തെ ആയിരുന്ന സുഗുണസ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യായിരുന്നു. ഇതെങ്ങനെ സംഭവം? സംഭവം എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടിന്റെയും ഈ സ്ഥലത്തിന് നിരക്കുള്ള പ്ലാവാണല്ലോ പ്രശ്നം. പെട്ടെന്ന് പറ. എങ്ങനെ? അല്ല, ഞാൻ എന്തായാലും ആ പ്ലാവ് വെട്ടത്തില്ല. വെട്ടത്തില്ലേ? ഇല്ല. എടാ, അവൻ വെട്ടത്തില്ലെന്നല്ലേ പറഞ്ഞു. അപ്പൊ നിനക്ക് എന്തെങ്കിലും ജോണിച്ചാൻ കാര്യം നോക്കി പ്ലാവ് മുറിക്കാതെ എന്റെ വീട്ടിലോട്ട് വണ്ടി കയറത്തില്ല. ജോണിച്ചാ കാര്യം നോക്കി പോകും. അല്ല, ഇത് അവൻ വിടാ വണ്ടി കയറണ്ട എവിടെ? അപ്പൊ ഇതെങ്ങനെ? എന്റെ ജോണിച്ചായ ഞാൻ പറഞ്ഞുതരാം. എന്റെ അപ്പൻ ചക്കക്കുരു കുഴിച്ച് വെള്ളം ഒഴിച്ച് നോക്കി വളർത്തിയതാണ് ആ പ്ലാവ്. ആ പ്ലാവിനെ വെട്ടുക എന്ന് പറഞ്ഞാൽ എന്റെ അപ്പനെ വെട്ടുന്ന പോലെയാണ്. സമയം കഴിഞ്ഞ് കേട്ടോ. സമയം കഴിഞ്ഞിരിക്കുകയാണ്. പറയാം, ജോണി വന്നു സാറേ. സാറേ, വേറൊന്നുമല്ല, ഇത് അവന്റെ അപ്പന്റെ ഒരു കുരുവിന്റെ പ്രശ്നം. അല്ല, ചക്കക്കുരുവിന്റെ ഒരു പ്രശ്നം. അത് വളർത്തിയ പുള്ളി അങ്ങനെ പ്ലാവായതേ. അപ്പൊ അതിങ്ങനെ നിൽക്കുന്നോണ്ട് മറ്റവന് വണ്ടി കയറ്റാനും പറ്റത്തില്ല. അല്ല, അത് വണ്ടി കയറ്റാൻ പറ്റുന്നത് എങ്ങനെ ശരിയാകും? പ്ലാവ് മുറിച്ച് കളഞ്ഞാലല്ലേ ഇങ്ങോട്ട് വണ്ടി കയറാൻ പറ്റും. ഞാൻ പറയുന്നത് സാർ ശ്രദ്ധിച്ചോ. ആരെങ്കിലും തെറ്റെന്ന് സാർ പറഞ്ഞോണം. സാറേ, ഇവിടെ ഞാൻ എന്റെ 5 സെന്റ് വസ്തുവാ സാറേ. ഇവിടെ തന്റെ 5 സെന്റ്. അതിന്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് എന്റെ 5 സെന്റ്. തന്റെ 5 സെന്റ് വസ്തു. സാറേ, ഇത് നടുക്കൂടെയാണ് വഴി പോകുന്നത്. ഈ നടുക്കൂടെ വഴി
പറയുമ്പോ ഇവിടെ ഇങ്ങനെയാണ് സാറേ ഈ പ്ലാവ് നിൽക്കുന്നത്. പ്ലാവ് എവിടെ? അല്ല പ്ലാവ് സാറേ ഈ സെൻട്രലായിട്ട് വരും സാർ. ഇവിടെ കറക്റ്റ് 5 സെന്റിന്റെയും 5 സെന്റിന്റെയും നടുക്കായിട്ട് വരും. ഓക്കെ, സാർ. പ്ലാവ് അവിടെ നിൽക്കട്ടെ. പ്ലാവ് എവിടെയാ സാർ? പ്ലാവ് അല്ല, പ്ലാവ് അവിടെ നിൽക്കട്ടെ. അല്ല, ഒന്നാമത് പ്ലാവ് ഇവിടെ നിൽക്കട്ടെ. വന്നാൽ പ്ലാവ് ഇവിടെ അല്ല നിൽക്കട്ടെ. ജോണിക്ക് മീറ്റിംഗ് ഉണ്ട് സാറേ. മീറ്റിംഗ് എവിടെ? പ്ലാവ് അവിടെ നിൽക്കട്ടെ. ഇനി കാര്യം പറ. അപ്പൊ ഈ പ്ലാവ് ഇവിടെ ഇങ്ങനെ സെന്ററിൽ നിൽക്കുമ്പോ ഇത് എന്റെ അപ്പം വെച്ച പ്ലാവാണേ, അത് വെട്ടാനാണ് ഇവൻ പറയുന്നത്. സാറേ ഞാൻ ഒരു കാര്യം പറയാം. പ്ലാവ് അവിടെ നിന്നോട്ടെ. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് സാറൊന്ന് മനസ്സിലാക്കണം. ഈ പ്ലാവിന്റെ ഒരു കമ്പെന്ന് പറയുന്നത് എന്റെ ഈ ഓടിഞ്ഞ മേളിൽ ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുക. ഒരു ശിഖരം അങ്ങനെ നിൽക്കുക. ഒരു ശകലം ചാഞ്ഞ് നിൽക്കുക. അപ്പൊ അത് പ്രശ്നമാണ്. ഈ മഴ പെയ്ത് ഈ പ്ലാവിലെല്ലാം കൂടെ എന്റെ വീടിന്റെ മണ്ട പിടിച്ചാൽ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാവും അറിയോ സാറേ? പ്രശ്നമാണ്. ഇങ്ങനെയുണ്ടല്ലേ? സാറേ ഞാൻ ചോദിച്ചോട്ടെ, ഇതുപോലെ തന്നെ ഒരു ശിഖരം എന്റെ പ്ലാവിൽ എന്റെ പെരയുടെ മുകളിലോട്ട് നിൽക്കുന്നുണ്ട്. ഓ, അപ്പൊ രണ്ട് ശിഖരം അങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ പ്രശ്നമാണ്. അപ്പൊ എനിക്കിത് വെട്ടണ്ടേ? വെട്ടണം, വെട്ടണം. ഞാനിത് വെട്ടാത്തത് എന്തുകൊണ്ടാ? ഞാൻ വെട്ടാത്തത് എന്തുകൊണ്ടാ? എന്റെ അപ്പം വെച്ച പ്ലാവായതുകൊണ്ട്. അതെ, പ്ലാവിന്റെ ശിഖരം അതുപോലെ നിൽക്കട്ടെ. അല്ല ജോണിക്ക് മീറ്റിംഗ് പ്ലാവിന്റെ ശിഖരം അതുപോലെ നിൽക്കാൻ. ജോണിക്ക് മീറ്റിംഗ് ഉണ്ട്. ശിഖരം അതുപോലെ നിൽക്കാനാ പറഞ്ഞേ. ജോണിക്ക് പറഞ്ഞ ശീലമില്ല, ചെയ്താ ശീലം. എന്നിട്ട് ബാക്കി പറയാം. സാറേ എന്നാൽ അതും പോട്ടെ. ഇത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ നിൽക്കുവാണല്ലോ. ഇത് എന്റെ ഇതിന്റെ ഒരു തായ് പേര്. ഇതിന്റെ ഒരു തായ് പേര്, ഒരു പേര്. ഈ ഒരു പേരെന്ന് പറയുന്നത് എന്റെ വീടിന്റെ ഫൗണ്ടേഷൻ അകത്തൂടെ കയറി കിടക്കുക സാർ. ഒരു പേര് ഫൗണ്ടേഷൻ പൊട്ടി തുടങ്ങി അറിയാമോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത എന്റെ പേര് സാറേ എന്റെ പറമ്പിലോട്ട് നിപ്പുണ്ട് ഇതുപോലെ ഒരു പേര്. മനസ്സിലായോ? എന്നിട്ട് ഞാനത് വെട്ടാത്തതുകൊണ്ടാ എന്റെ അപ്പം നട്ട പ്ലാവായതുകൊണ്ടാ. അപ്പനോടുള്ള സ്നേഹം. പിന്നെ ഒരു പേര് അങ്ങോട്ടും പോയി, ഒരു പേര് ഇങ്ങോട്ടും വന്നു. ഇതിന്റെ തായ് പേര് എന്ത് ചെയ്യടാ? തായ് പേര് പോടാ പോടാ പോടാ, നീ അങ്ങ് വെളിയിൽ വാ. നീ വരുത്തിയിട്ട് അല്ല സാറേ ജോണിക്ക് മീറ്റിംഗ് ഉണ്ട്. അല്ല, അത് പറഞ്ഞിട്ട് പോയാ മതി, പറഞ്ഞിട്ട് പോയാ മതി. പിന്നെ വേറെ ഈ മരത്തിന് വേറെ വല്ല ശല്യങ്ങളോ വല്ലതും ഉണ്ടോ? സാറേ ഉണ്ടെന്ന്. എന്ത് സാറേ? ഇതിനകത്ത് പിടിക്കുന്ന ചക്ക, ഈ ചക്ക കാക്ക കൊത്തിന്റെ ചക്ക ഇതെല്ലാം കൂടെ എന്റെ മിറ്റത്ത് വീട് മൊത്തം നാറുവാണ് സാറേ. ഇത് ചക്ക എന്തിയേ? പ്ലാവില് ചക്ക. ചക്ക എടുത്തിട്ട് വന്ന് ജോണിക്ക് മീറ്റിങ്ങിന് പോകണ്ട, പെട്ടെന്ന് നട്ടെ. ഇതാ ഇപ്പൊ ഒരു പ്ലാവിൽ ഒരു ചക്ക ഇവിടെ ഉണ്ട്. അല്ല വെറുതെ നിൽക്കുമ്പോ ഈ ചക്കെങ്കിലും അടുത്ത് മാറ്റിക്കൂടാ നിനക്ക്? അല്ല അല്ല പറയണ്ട, പറയാ കാര്യങ്ങൾ പറഞ്ഞ മനസ്സിലാക്കട്ടെ സാറേ. ഈ ചക്ക പെരയുടെ മീളി വീഴുന്ന വലിയ വിഷയം ഉണ്ടാകുക സാർ ഈ ചക്ക. ഇത് ആണല്ലേ? പിന്നെ അല്ലാതെ അപ്പൊ ഈ ചക്ക ഇനി പെരയുടെ മേളിൽ വീഴരുത്. തനിക്ക് എന്താ സാറേ എന്റെ ഈ കൊമ്പയിൽ ഉണ്ടായിരുന്നു ഒരു ചക്ക. ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പോ തേങ്ങിടുന്നോ പേ. ചക്ക മുറിക്കണതുണ്ട് കൈത്തുണ്ടൻ. ആ ചക്ക ഇങ്ങോട്ട് നോക്ക. ജോണിക്ക് മീറ്റിങ്ങിന് പോകണ്ട, ചക്ക കൂടി. ആ ചക്കയാണെന്റെ സാറേ ഈ ഒരു ചക്ക. ഇത് ജോണിക്ക് മീറ്റിംഗ് ഉണ്ട്, പോണോന്നേ. ഇനിയിപ്പോ നിങ്ങളുടെ പ്രശ്നം തീർന്നു. ഇപ്പൊ ഈ പ്ലാവിലെ ചക്കയുടെ ഈ ചക്കയുടെ വേരിന്റെ ഒക്കെ പ്രശ്നം തീർന്നു. ഇനി വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ? വേറെ പ്രശ്നമുണ്ട് സാറേ. എന്താ പ്രശ്നം? ഇല്ലെന്ന് പറയരുത്, ഇല്ലെന്ന് പറയരുത്, നീയല്ലോ ഇല്ലെന്ന് പറയരുത് സാറേ. ഇതിനകത്ത് മൊത്തം കാക്കയും കിളിയും കൂട് വെച്ചേക്കുവാ സാറേ. ഇതല്ലോടെ എന്റെ പെരത്തെ മുറ്റത്ത് കാഷ്ട ചിട്ട് കഴിഞ്ഞാൽ ഈ നാറ്റം കാരണം സഹിക്കാൻ വയ്യ സാറേ. അതെ അതെ, കാക്കയും കിളിയുടെ ഒക്കെ കാഷ്ടം ഇങ്ങോട്ട് വിടഞ്ഞാൽ എന്റെ വീടിന് ശല്യമല്ലേ? സാറേ കിളിക്കൂടുള്ളത് സത്യമാണ്. നമ്മുടെ ലാലേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളും ഈ ഭൂമിയുടെ അവകാശികളാണ്. അവകാശമുണ്ട് എന്ന് പറയുന്ന ഈ ഒരു സംഭവം പറഞ്ഞിട്ട് ഇവൻ ഈ കിളിക്കൂട് കളയാൻ പാടുണ്ടോ? പാടില്ല. അപ്പൊ എന്റെ മനസ്സായിരിക്കും അവന്റെ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ഈ പ്ലാവാണല്ലോ നിങ്ങളുടെ പ്രശ്നം. ഇനി വന്ന ഞാൻ ഒരു കാര്യം പറയാം. രണ്ടുപേരും ഇങ്ങോട്ട് വന്നു. നിങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ പ്ലാവാടെ പോയി ഇവിടെ നിങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ ഒത്തൊരുമയോട് കൂടി പോകേണ്ടവരല്ലേ? ഒരു വഴക്കുണ്ടാ നിങ്ങൾ ഒരുമിച്ച് പോകേണ്ടവരല്ലേ? നിനക്കൊരു അപകടം വന്നാലേ അല്ല ജോണിക്ക് മീറ്റിംഗ് ഉണ്ട്. നിനക്കൊരു അപകടം വന്നാൽ ഇവനെ കാണുള്ളൂ, ഇവനൊരു അപകടം വന്നാൽ നീയെ കാണുള്ളൂ. ഒരു കാര്യം ചെയ്യും, ഈ പ്ലാവ് മുറിച്ചിട്ട് നിങ്ങൾ രണ്ടായിട്ട് ഭാഗി തെങ്ങി എടുക്കുക. ഇവന്റെ ഭവനത്തിലോട്ട് വണ്ടി വരട്ടെ, പോരെ? തീരുമാനമായില്ലേ? അല്ല അവനൊക്കെയാണ് ഞാൻ ഓക്കെ. അല്ല ഓക്കെ ആണോ? അല്ല ഞാന് അല്ല നമുക്കതാണല്ലോ. ഇനി ഇതിന്റെ പേര് ഇവിടെ കയറി ഇറങ്ങിയത് ഓക്കെ ആണോ ഇല്ലോ ഇപ്പൊ പറയാം. അല്ല സാറ് പറയും പോലെ പറയും പോലെ. എന്നാ രണ്ടുപേരും കൈ കൊടുക്കുക. അല്ല കൊടുക്കാൻ പറ്റത്തില്ല, കിളിച്ചു വന്ന് സാറെ. കൊടുത്തു കഴിഞ്ഞാൽ മറുപടി കൈ വാങ്ങിക്കാൻ വേറെ പൈസ ഇല്ല സാർ. ഓ ഇവനൊക്കെ മന്ദബുദ്ധിക്ക് കൈ കാലം വെച്ചാൽ കൈ കൊടുക്കണം. സ്നേഹത്തിന് പക്കത്ത് കൈ കൊടുത്ത് പിരിഞ്ഞു, സ്നേഹത്തോടെ പിരിഞ്ഞോ. ഓക്കോ ഓ എന്നാലും എന്നെ തല്ലിയില്ല. അതിന്റെ കൂടെ ഈ പ്ലാവും കൂടെ പ്ലാവിലെ എവിടെ സാറേ? പ്ലാവ് എടുക്കും. ജോണിക്ക് എവിടെ പോണെന്നാ പറഞ്ഞു? അല്ല 3:30 മീറ്റിംഗ് ഉണ്ട് സാറേ. മീറ്റിംഗ് എവിടെ നിനക്ക്? അത് മലപ്പുറത്താ സാറേ. മലപ്പുറത്ത് എന്നാത്തിന്റെ മീറ്റിംഗ്? ഈ ദുരന്ത നിവാരണത്തിന്റെ ക്യാമ്പിൽ പ്രസംഗം ഉണ്ട് സാർ. അപ്പൊ മലപ്പുറത്ത് നീ പോകണ്ട. മലപ്പുറക്കാർക്ക് 2 ദുരന്തം കൂടെ താങ്ങാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് നീ പോകണ്ട കേട്ടോ. കൈ ശകലം നേരം വീഴാ. ജോണിക്ക് പറഞ്ഞ ശീലമില്ല, ചെയ്താ ശീലം. സുഗണ്ണസായി ഉണ്ടായിരുന്നെങ്കിൽ